ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലും അംഗൻവാടിയിലും നാഷണൽ ആയുഷ് മിഷനിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സാകാത്തവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം ബ്ലോക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റർ എഞ്ചിനീയർ അവധിയിൽ പ്രവേശിച്ചതിനാൽ 6 മാസത്തേക്ക് താൽക്കാലിക കരാർ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത സിവിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ബിരുദമാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 8 രാവിലെ 11 മണിക്ക് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ നിർവഹണം നടത്തുന്ന പദ്ധതിയിലേക്ക് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. യോഗ്യത MSW അല്ലെങ്കിൽ വുമൺ സർവീസ് അല്ലെങ്കിൽ സൈക്കോളജി, സോഷ്യോളജി എന്നിവയിൽ ഒന്നിൽ ബിരുദാനന്തര ബിരുദമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 9 രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ ലാബ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നുണ്ട്. ഡോക്ടർ തസ്തികയിലേക്ക് 50 വയസ്സിൽ താഴെ പ്രായമുള്ള MBBS ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ TCMC രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 40 വയസ്സിൽ താഴെ പ്രായമുള്ള BSc MLT അല്ലെങ്കിൽ DMLT യോഗ്യതയും പാരാമെഡിക്കൽ രജിസ്ട്രേഷനും ബ്ലഡ് ബാങ്കിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ അപേക്ഷിക്കാവുന്നതാണ്. ലാബ് ടെക്നീഷ്യൻ ഒഴിവിലേക്ക് സെപ്റ്റംബർ 2 9:30 ഡോക്ടർ തസ്തികയിലേക്ക് ഉച്ചയ്ക്ക് 2 അഭിമുഖം. ഉദ്യോഗാർത്ഥികൾ താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള അങ്കണവാടികളിലെ ഹെൽപ്പർ തസ്തികയിൽ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകൾ ആഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 25 വരെ സ്വീകരിക്കും. 10ാം ക്ലാസ് പാസ്സാകാത്തവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമിന്റെ മാതൃക ICDS പ്രോജക്റ്റ് ഓഫീസ്, മലപ്പുറം റൂറൽ, കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം അരീക്കോട് ഗവൺമെൻറ് ITL സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ഒഴിവ് വന്നിട്ടുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കൊമേഴ്സ് അല്ലെങ്കിൽ ആർട്സ്, BVoc അല്ലെങ്കിൽ ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പരിചയവും വേണം. അല്ലെങ്കിൽ അംഗീകൃത ബോർഡിൽ നിന്ന് കൊമേഴ്സിൽ പ്രാക്ടീസിൽ കുറഞ്ഞത് 2 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പരിചയവും അഡ്വാൻസ്ഡ് ഡിപ്ലോമയും അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ട്രേഡിൽ NTC അല്ലെങ്കിൽ NACയും ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ പരിചയവുമാണ്. ആവശ്യ യോഗ്യത DGTക്ക് കീഴിലുള്ള ഏതെങ്കിലും വേരിയന്റുകളിൽ പ്രസക്തമായ നാഷണൽ ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ മതിയായ യോഗ്യതയുള്ള ഈഴവ അല്ലെങ്കിൽ ബില്ലവ അല്ലെങ്കിൽ തീയ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ 10 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് വിഭാഗത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അക്കൗണ്ടന്റ് കം IT അസിസ്റ്റന്റ് അക്രഡിറ്റഡ് എഞ്ചിനീയർ തസ്തികകളിലേക്കാണ് നിയമനം. BCom PGDC ആണ് അക്കൗണ്ടന്റ് കം IT അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള യോഗ്യത. അക്കൗണ്ടിംഗ്, ബുക്ക് കീപ്പിംഗ് എന്നിവയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. സിവിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് അക്രഡിറ്റഡ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള യോഗ്യത. ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 10 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് സർക്കാർ ITL ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ട്രേഡിലെ ഒഴിവുകളിലേക്ക് പട്ടികജാതി 1, മുസ്ലിം 1 ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത BVoc അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ട്രേഡിൽ NTC അല്ലെങ്കിൽ NACയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 9 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലാ നാഷണൽ ആയുഷ് മിഷൻ മുഖേന ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ വരുന്ന വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്.
ആദ്യം തെറാപ്പിസ്റ്റ് പോസ്റ്റാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. യോഗ്യത കേരള സർക്കാർ നടത്തുന്ന 1 വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം. NIRIP ചെറുതുരുത്തിയിൽ നിന്നും 1 വർഷത്തെ ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയാക്കിയവരെ പരിഗണിക്കുന്നതാണ്. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 14,700 രൂപയാണ്. അടുത്തത് തെറാപ്പിസ്റ്റ് മെയിൽ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് കേരള സർക്കാർ നടത്തുന്ന 1 വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ്. NIRIP ചെറുതുരുത്തിയിൽ നിന്നും 1 വർഷത്തെ ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയാക്കിയവരെ പരിഗണിക്കുന്നതാണ്. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 14,700 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് മൾട്ടിപർപ്പസ് വർക്കർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ANM നഴ്സിംഗ് സർട്ടിഫിക്കറ്റും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. ശമ്പളം 13,500 രൂപയാണ് ലഭിക്കുന്നത്. തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് 5 ഒഴിവും മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് 1 ഒഴിവുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുടെ വയസ്സ്, യോഗ്യത, സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതം എറണാകുളം കച്ചേരിപ്പടി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ 2025 സെപ്റ്റംബർ 10 ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെ തപാൽ മുഖേനയോ നേരിട്ടോ സമർപ്പിക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.